ദൈവം എപ്പോഴും നിശബ്ദത പാലിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ നിശബ്ദതയുടെ അർത്ഥം മറ്റുള്ളവർ കണ്ടെത്തട്ടെ എന്ന തീരുമാനമാവാം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ചവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിന് ഇഷ്ടം നിറവേറ്റിയത്? മോർണിംഗ് ഡോക്ടർ, ഐ വാസ് അബൌട്ട് ടു കോൾ യു. ഇല്ല, ഞാൻ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കുറച്ച് നോട്ട്സ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നെന്താ ഹെൽത്ത് ക്ലബ്ബിൽ പോയില്ല അപ്പോൾ? അത് ശരി. വേറെന്തൊക്കെ പറഞ്ഞു? സി ഡോക്ടർ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 1 മാസത്തോളമായി വരുന്ന സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ജസ്റ്റ് ഹോൾഡ് ഓൺ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം സബ്സ്റ്റാൻഡേർഡ് ആയിരുന്നു. അത് മാറ്റി റീപ്ലേസ് ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് നമ്മുടെ കുറച്ച് പേരുടെ പേഴ്സണൽ ഇൻസെൻറ്റീവ്സിന് വേണ്ടി പേഷ്യൻസിനെ ഇങ്ങനെ സഫർ ചെയ്യാൻ സമ്മതിക്കണോ ഡോക്ടർ? ഞാൻ ആ കേസ് നോക്കിയിരുന്നു. കോഡ് കുഞ്ഞിൻ്റെ കഴുത്തിലൊന്ന് ചുറ്റിയിരുന്നു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. സർജറി ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. ടേക്ക് കെയർ. ഇതുവരെ റെഡിയായില്ലേ? ഗെറ്റിംഗ് റെഡി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ഐ ജസ്റ്റ് നീഡ് എ കപ്പ് ഓഫ് കോഫി. ഓക്കെ. അതെ, കഴിക്കല്ലേ? വരുന്നു. ഹലോ. മറന്നിട്ടില്ല, ഞാൻ വിളിക്കാം. ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. ഓക്കെ. ഉപ്സ്, കോഫി മാത്രം മതി എന്ന് പറഞ്ഞല്ലേ? ഞാൻ ഓൾറെഡി ലേറ്റാ. മോർണിംഗ് ഗൈസ്, ഐ ആം ബാക്ക് ടു വർക്ക്.
ഉം. ഞാൻ പറഞ്ഞ കാര്യം എന്തേ? എന്ത് കാര്യം? മറന്നോ? ഞാൻ ഓർക്കുന്നില്ല. എന്ത് കാര്യം? ഉഫ്, നിന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ കാര്യമല്ലേ? ഞാനത് മറന്നു. 3 മാസമായി ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലിസൺ, ജസ്റ്റ് ബിൻ മാഡ് അറ്റ് വർക്ക്. ഹോസ്പിറ്റലൊക്കെ തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. മനഃപൂർവ്വം അല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. പ്രസവെടുപ്പ് തന്നെയല്ലേ പണി. ഹാ, നല്ല പ്രയോഗം. ഇതൊക്കെ ചില്ലറ പണിയാണെന്ന് നീ വിചാരിച്ചേ? ഓരോ കുരുന്നു ജീവനുകൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ, എൻ്റെ ഈ കൈകളിലേക്ക് വീഴുമ്പോൾ, ഭൂമിയുടെ സംഗീതവും ആത്മാവും തൊട്ടറിയുമ്പോൾ, അവരുടെ കുഞ്ഞു ശബ്ദം എൻ്റെ കാതുകളിൽ പതിക്കുമ്പോൾ, പ്രസവക്കിടക്കയിൽ കിടന്ന ഓരോ അമ്മമാരും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ കാണുന്നു. അതോ അവർ എന്നെ ദൈവമായാണ് കാണുന്നത്? മോർണിംഗ് ഡോക്ടർ. വാട്സാപ്പ്? ഓ വേണ്ട, തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. ഗീവ് മീ ഹാഫ് ആൻ അവർ, ഐ വിൽ ബി റൈറ്റ് ദോ. എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി. ഐ നീഡ് ടു ഗെറ്റ് ദ. ഓക്കെ. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? പോട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം എന്താണ്? ഒരു വലിയ സ്ഫോടനത്തിൽ നിന്നുണ്ടായി. ഫും. പ്രകൃതി നിയമം മറ്റൊരു സ്ഫോടനത്തിൽ അവസാനിക്കുകയും ചെയ്യും. മനുഷ്യ നിയമം. ആരാണ് ഈ മനുഷ്യർ? ഒരു ചെറിയ ബീജത്തിൽ നിന്നുണ്ടായി ഇന്ന് ഈ ലോകത്തിൻ്റെ പുറംചട്ടണിയുന്നവർ. ആദത്തിൽ നിന്നും ഹവയിൽ നിന്നും ഉണ്ടായി എന്നിലും നിന്നിലും എത്തി നിൽക്കുന്ന ഈ വിഭാഗം. അന്ന് അവൻ പറഞ്ഞു, അന്ത്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി വരും. അന്നിവിടെ ആരും ആരെക്കാളും വലുതായിരിക്കില്ല, ചെറുതായിരിക്കില്ല, എല്ലാവരും ഈക്വൽ. നമുക്ക് ഈ വിഭാഗം അവസാനിപ്പിച്ചാലോ? നമ്മളെന്നാൽ നീയും ഞാനും. തമാശയല്ല, ഇറ്റ്സ് പോസിബിൾ. No! That's bad. Really bad. ഇറ്റ്സ് വേഴ്സ്. ആലൻ റെയ്നർ. ഇന്ന് ഈ നഗരത്തിന് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? നാളെ ലോകം തിരിച്ചറിയും. ഞാനായിക്കോളെ സൈക്കോ ഒരക്കില്ല. I prefer a hangman. ആലൻ റെയ്നർ, ദ ഹാങ്മാൻ. അതെ, അരാച്ചാർ. A hangman for all those dirty business out there. Can I ask you something? എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക്? ജനിച്ച ദിവസങ്ങൾ പോലും തികയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു. അതെനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂമി മനുഷ്യർക്ക് അവകാശപ്പെട്ടതല്ല. എബ്രഹാം, can I call you by name? Yes, you can. You know anything about Unit 731? No. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജാപ്പനീസ് ആർമി യൂണിറ്റ് 731 നടത്തിയ ഹ്യൂമൻ മെഡിക്കൽ എക്സ്പെരിമെന്റേഷൻ ക്യാമ്പ്, എ ടോർച്ചർ ഹബ്. You mean like Auschwitz? ഈവൻ വേഴ്സ്. ഈ മെഡിക്കൽ എക്സ്പെരിമെന്റ്സിന് സയന്റിസ്റ്റും മറ്റും എലികളിലും ഹാംസ്റ്റേഴ്സിലും ഒക്കെ മരുന്ന് കുത്തിവെച്ച് പരീക്ഷിക്കില്ലേ? യൂണിറ്റ് 731 അതിന് പകരം മനുഷ്യരായിരുന്നു. No!
കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് അനങ്ങാനാവാതെ. പലതരം എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച്, ഈ പേരും വിലാസമില്ലാത്ത വാക്സിനേഷനിലൊക്കെ കുത്തിവെച്ച് റേപ്പ് ചെയ്ത് ഫോഴ്സ്ഡ് പ്രഗ്നൻസി ഉണ്ടാക്കി ഈ ജനിക്കാൻ പോകുന്ന കുട്ടികളെ വരെ മെഡിക്കൽ മാർവൽ എന്ന പേരിൽ പീഡിപ്പിക്കപ്പെട്ടു. ഡ്രീമി, No. നിങ്ങളിപ്പോൾ മനസ്സിൽ കണ്ട ദൃശ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളെന്നല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും ആ കണ്ണിലൂടെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. വൈ, നമുക്കൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയാലോ? ഒരിക്കലും നടക്കില്ലേ? അങ്ങനെയൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചു നോക്കണ്ടേ? I just need a smoke. അതിന് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ നിങ്ങളോടെന്ത് തെറ്റ് ചെയ്തു? അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ലോകത്തെ വില്ലന്മാരും ഒരു രാത്രി കൊണ്ട് വില്ലന്മാരായി ജനിക്കുന്നില്ല. യു നോ വൺ തിങ്, നമ്മൾ മനുഷ്യർ, വി ആർ വെരി സെൻസിറ്റീവ് ടു ചേഞ്ചസ്. മാറും. ഇന്നത്തെ കുട്ടികൾ നാളത്തെ വില്ലന്മാരായി മാറും, ഇല്ലെങ്കിൽ മാറ്റിയെടുക്കും സമൂഹം. മുളയിൽ നിന്നുള്ളതല്ലേ നല്ലത്. താൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ തൻ്റെ ഈ ന്യായീകരണങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ശരിയാണ്, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് അബൌട്ട് ദ പെർസ്പെക്റ്റീവ്. ഓക്കെ, ദെൻ വൈ മീ? ഗുഡ് ക്വസ്റ്റ്യൻ. ഐ ജസ്റ്റ് നീഡ് എ ഫേവർ. ഒരു ഗൈനക്കോളജിസ്റ്റിൽ നിന്നും നിങ്ങൾ എന്ത് തരം ഫേവറാണ് പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ എനിക്ക് നന്നായിട്ട് സാധിക്കും. ബട്ട് ഐ എം സോറി അലാൻ, ഐ കാൺ ഡു. ജീവൻ നൽകുകയാണ് എൻ്റെ കർത്തവ്യം, അല്ലാതെ അത് പിഴുതെറിയുകയല്ല. വാട്ട് അബൌട്ട് എ ഡീൽ? വാട്ട് ഡീൽ? കുറച്ച് നാൾ നിനക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുവാനൊരു അവസരം. യു മെൻ ബട്ട് എ ഷിപ്പ് റൈറ്റ്? ഓഫ് കോഴ്സ്. കുറച്ച് നാൾ നീ എൻ്റെ പെർസ്പെക്റ്റീവിലൊന്ന് കണ്ടു നോക്കൂ, ഞാൻ നിൻ്റെയും. അലാൻ, ഈസ് ഇറ്റ് എ ഡീൽ? ഐ ബിലീവ് ഇറ്റ്സ് ആൻ ഓഫർ. ഓഫർ അക്സെപ്റ്റഡ്. ഇയാൾക്കൊക്കെ ഇങ്ങനെ പറ്റണേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കൊല്ലാൻ? എന്താ പറ്റായിക? നീ സ്റ്റോൺമാനെ കുറിച്ച് കേട്ടല്ലേ? മുംബൈയിലും കൊൽക്കത്തയിലും ഉണ്ടായിരുന്നൊരു മിസ്റ്റീരിയസ് സീരിയൽ കില്ലർ, എ കോൾ ബ്ലഡ് മർഡറർ. അതിനെക്കുറിച്ച് എന്തോ സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റോൺമാൻ മർഡേഴ്സ്. ഈ കേസിൽ ഒരു പക്ഷേ അയാളൊരു സൈക്കോപാത്തായിരിക്കാം. പക്ഷേ പടത്തിൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കും അന്ധവിശ്വാസങ്ങളൊക്കെ അല്ലേ ഉണ്ട് കാരണം. അത് ഫിക്ഷനാണ്, പക്ഷേ അത് അങ്ങനെ ആവാതിരിക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും ഈ റിലീജിയൻ എന്ന ആയുധം കയ്യിലുള്ളപ്പോൾ ആർക്കും എന്തോ ആവാലോ. ഓ, നീ പിന്നെ ദൈവത്തിനൊക്കെ എതിരാണല്ലോ.
പുട്ട് എ ഡീൽ. വാട്ട് ഡീൽ? കുറച്ച് നാൾ നിനക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണുവാനൊരു അവസരം. യു മെൻ ബട്ട് ഷിഫ്റ്റ് റൈറ്റ്? ഓഫ് കോഴ്സ്. കുറച്ച് നാൾ നീ എൻ്റെ പേഴ്സ്പെക്റ്റീവിലൊന്ന് കണ്ടു നോക്കൂ, ഞാൻ നിൻ്റെയും. Alan, is it a deal? I believe it's an offer. Offer accepted. അവർ പരസ്പരം കലഹിച്ചു, എന്തിനെന്നറിയാതെ. അതെ, ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ കൊല്ലോ? നിങ്ങളൊരു സാഡിസ്റ്റാണ്.
നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെകുത്താനിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ നിന്ന് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തൊണ്ടുകൂട്ടോളം കരഞ്ഞു, ആരും കേട്ടില്ല. Do you know how hard solitude is? ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തിനാ ഈ നിശബ്ദത പാലിക്കണം? ദേജാവു. ഒന്നുമില്ല. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഐ ഹാഡ് ദിസ് ബിഫോർ. ഞാൻ ചോദിച്ചതിന് ഇതുവരെ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. ഇറങ്ങുന്നില്ലേ? ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഒരു ക്രൈം ചെയ്യുന്നത് കുറ്റം തന്നെയാണ്. പക്ഷേ നിങ്ങളോട് ആരെയും കൊന്നിട്ടില്ല. ഇല്ല ഡോക്ടർ, ഞാൻ കൊന്നതാണ്. ആ ചോരയുടെ കറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ലൂസിഡ് ഡ്രീം. അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ആരും അത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ക്രൈം നടന്നതായിട്ട് ഒരു പത്രങ്ങളിൽ പോലും വന്നിട്ടില്ല. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞു നിങ്ങൾ ചെയ്തൊരു തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനു നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു? ദൈവം എനിക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. ദൈവം ചെലുത്താനായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന് ഞാൻ കൂട്ടുകയില്ല. നമുക്ക് കുറച്ചുകൂടി ഫ്രാങ്ക് ആവാം. നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കാം. ഓരോരുത്തരുടെ കണ്ണിലൂടെ വരുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണല്ലോ. ചിലപ്പോഴെന്നല്ല ഡോക്ടർ, അതങ്ങനെ തന്നെയാണ്. ഡോക്ടറിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ആ കാഴ്ച വ്യത്യസ്തമായിരിക്കും. ഡോക്ടറിനെ എൻ്റെ കാഴ്ചയിലൂടെ കാണണം.
ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവാണ്. വൈകുന്നേരം നിന്റെ വീട്ടിൽ പോവാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. CBCID. ഹലോ, ഞാൻ ദേ ഹോസ്പിറ്റലിൽ എത്താറായല്ലോ. ഒരു ഫയൽ ഇവിടെ വെച്ച് മറന്നിട്ടുണ്ടല്ലോ, ആവശ്യമുള്ളതാണോ? ആ ഓക്കെ, അത് കുഴപ്പമില്ല. അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. ഞാൻ കൊണ്ടുതരണോ? ഇല്ല കുഴപ്പമില്ല. ഉച്ചയ്ക്ക് വരില്ലേ? ആ ഞാൻ ഉച്ചയ്ക്ക് എത്തും. ശരി. ദൈവം എപ്പോഴും നിശബ്ദത പാലിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ നിശബ്ദതയുടെ അർത്ഥം മറ്റുള്ളവർ കണ്ടെത്തട്ടെ എന്ന തീരുമാനമാവാം. ഇനി നിശബ്ദത പാലിക്കാൻ പോകുന്നത് ഞാനാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നീ കണ്ടെത്തും.